കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ ഉപനയനം അതുപോലെ തന്നെ ഭഗവാന്റെ ഗുരുകുലവാസം, ഗുരുദക്ഷിണ, പാഞ്ചജന്യം എന്ന ആ ശംഖിൻ്റെ കഥ, ഭഗവാൻ എങ്ങനെയാണ് പാഞ്ചജന്യം ലഭിച്ചത് എന്നുള്ള ആ കഥയൊക്കെയാണ്. അതുപോലെ തന്നെ കുചേലനെ കണ്ടുമുട്ടുന്ന ആ ഭാഗം, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം രാമനും കൃഷ്ണനും മധുരയിലേക്ക് തിരിച്ചെത്തി എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഭഗവാന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുവാനായി തയ്യാറെടുത്തുകൊള്ളുക. കണ്ണടച്ചിരുന്നു കൊണ്ട് ഒരു നിമിഷം ഭഗവാനെ എന്നൊന്ന് വിളിച്ചു കൊള്ളുക. ഭഗവാന്റെ ആ തിരുരൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ. ഒരു പശുക്കുട്ടിയായിട്ടോ ഭഗവാന്റെ ഒരു തോഴിയായിട്ടോ ഒക്കെ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളത് തന്നെ മഹാഭാഗ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ ഭഗവാൻ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഗുരുദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം പാഞ്ചജന്യം എന്ന ശംഖുമായിട്ടാണ് എവിടെ എത്തിച്ചേരുന്നത്? മധുരയിൽ എത്തിച്ചേരുന്നത്. ഇന്ന് നമ്മൾ ഉദ്ധവൻ എന്ന് പറഞ്ഞ ഭക്തനെ ഭഗവാൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സത്യസന്ധനാണ് ഉദ്ധവര്, ഭക്തനാണ്, ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ഉത്തമനാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ശ്രേഷ്ഠനായ യാദവ ശ്രേഷ്ഠനായ ഉദ്ധവൻ ഇപ്പോൾ കൃഷ്ണൻ നിയമിച്ച മന്ത്രിയാണ്. രാജാവ് ആരാണ്? ഉഗ്രസേനനാണ്. അങ്ങനെ കൃഷ്ണൻ്റെ താല്പര്യപ്രകാരം നിയോഗിച്ച മന്ത്രിയാണ് ശ്രേഷ്ഠനായ ഉദ്ധവൻ. എല്ലാ രാജനീതികളും ധർമ്മശാസ്ത്രങ്ങളും ബൃഹസ്പതിയിൽ നിന്ന്, ദേവന്മാരുടെ ആചാര്യനാണ് ആര്? ദേവഗുരുവായ ബൃഹസ്പതി. ബൃഹസ്പതിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ് ആര്? ഉദ്ധവൻ. അതുകൊണ്ട് തന്നെ ഉദ്ധവൻ്റെ ഗുരു ആരാണ്? ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. അപ്പം അത്രത്തോളം ശ്രേഷ്ഠനാണ് ആര്? ഉദ്ധവൻ. കൃഷ്ണനോട് ഇത്രയും കൂറും വിശ്വാസതയുമുള്ള ഒരു ഭക്തൻ വേറെ ഇല്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അത്രത്തോളം ഭക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൃഷ്ണനോട്. ഭക്തനായ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ കൃഷ്ണഭക്തി ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ആര് തീരുമാനിക്കുന്നു? കൃഷ്ണൻ തീരുമാനിക്കുന്നു. കൃഷ്ണൻ എപ്പോഴും അങ്ങനെയാണ്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ടാകും. എന്താണ്? നമുക്ക് വലിയ ഭക്തിയാണ്, എനിക്ക് വലിയ സ്നേഹമാണ് കൃഷ്ണനോട്, ഞാനാണ് വലിയ ഭക്തൻ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നമ്മളെ മറ്റു ചില ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളെക്കാൾ കൂടുതൽ ഭക്തിയുള്ള ആളുകൾ വേറെ ഉണ്ട് എന്ന് മനസ്സിലാവും നമുക്ക്. അത് ഭഗവാന്റെ ഒരു ലീലയാണ്. ഇവിടെ ഭക്തനാണ് ഉദ്ധവർ, എങ്കിലും ഗോപസ്ത്രീകളുടെ ഭക്തി കൂടി ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് കൃഷ്ണൻ എന്തു ചെയ്യുന്നു? തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ആ ഭക്തനെ ഒരു ദൂതനായി ഗോകുലത്തിലേക്ക് അയക്കുവാൻ എന്തു ചെയ്യുന്നു? ഭഗവാൻ തീരുമാനിക്കുന്നു. ഗോപസ്ത്രീകളുടെ ദുഃഖം ശമിപ്പിക്കുകയും ഉദ്ധവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ രണ്ടു കാര്യങ്ങളാണ് ഭഗവാൻ എന്തു ചെയ്തത്? ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഗോപസ്ത്രീകളോട് ഒരു യാത്ര പോലും പറയാതെ പോന്നതാണ്. വരാമെന്നോ തിരിച്ചു വരാമെന്നോ പോകട്ടെ, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞില്ല. രാസക്രീഡയൊക്കെ കഴിഞ്ഞ് തൻ്റെ ഓടക്കുഴൽ രാധാറാണിയെ ഏൽപ്പിച്ചതിനു ശേഷം ഒരു വാക്കുപോലും പറയാതെ, എന്തിന്? ഒന്ന് നോക്കുക പോലും ചെയ്യാതെ
കൃഷ്ണൻ അക്രൂരൻ്റെ കൂടെ മധുരയിലേക്ക് പോന്നതാണ്. ഗോപസ്ത്രീകളുടെ മുഖത്തേക്ക്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ കൃഷ്ണന് പോകാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുക പോലും ചെയ്യാതിരുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം കൃഷ്ണൻ ഉദ്ധവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് വരുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, അല്ലയോ ഭക്തോത്തമനായ ഉദ്ധവ മഹാശയ, ഒരു ദൂതനായി അങ്ങയെ അയക്കുന്നത് നീതി അല്ല എന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് വേണ്ടി ഒരു സന്ദേശവാഹകനായി അങ്ങ് വൃന്ദാവന ഗോകുലം വരെ ഒന്ന് പോകണം എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഗോകുലത്തിൽ ചെന്ന് എൻ്റെ അമ്മയും അച്ഛനുമാണെന്നുള്ള സങ്കല്പത്തോടു കൂടി എന്നെ ലാളിച്ചു വളർത്തിയ യശോദാറാണിയെയും നന്ദഗോപരെയും കണ്ട് എൻ്റെ സന്ദേശം ധരിപ്പിച്ച് അവരെ സമാധാനിപ്പിക്കണം. അവർ എന്നെ ഓർത്ത് എപ്പോഴും ദുഃഖിക്കുകയാണ്. എൻ്റെ യഥാർത്ഥമായ മാതാപിതാക്കൾ വേറെ ആയ സ്ഥിതിക്ക് അച്ഛനമ്മമാരാണ് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനും അവർക്കൊരു പക്ഷേ മനസ്സ് വരികയില്ല. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാമെന്നും അവരെയെല്ലാം കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാമെന്നും അങ്ങ് എല്ലാവരോടും പറയണം. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ടെന്ന് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അതുപോലെ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ ഗോപികളെയും അങ്ങ് ആശ്വസിപ്പിക്കണം. അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അങ്ങ് നൽകുകയും ചെയ്യണം. സ്വന്തം മാതാപിതാക്കളെക്കാളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെക്കാളും കുട്ടികളെക്കാളും കൂടുതലായി ഗോപികൾ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ വേണുനാദം കേട്ടാൽ പിന്നെ അവർ വീട്ടിലിരിക്കാറില്ല, ഓടി എൻ്റെ അടുക്കലേക്ക് വരും. എല്ലാവരെയും മറന്നുകൊണ്ടാണ് അവർ ഓടി വരുന്നത്. ഇപ്പോൾ എന്നെ ഓർത്ത് അവരും കരയുന്നുണ്ടാകും. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണം. അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും അങ്ങ് നൽകണം. കാളിന്തിയും വൃന്ദാവനവും ഗോവർദ്ധനവും ഗോക്കളെയും ഗോപന്മാരെയും ആരെയും എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്ന് അങ്ങ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ മാധവൻ ഉദ്ധവരോട് പറയുന്നു. അങ്ങനെ മാധവൻ്റെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് ഉദ്ധവൻ തേരിൽ കയറി ഗോകുലത്തിലേക്ക് യാത്ര തിരിക്കുന്നു. സന്ധ്യയോടുകൂടി അദ്ദേഹം നന്ദഗോപൻ്റെ ഗൃഹത്തിനടുത്തെത്തുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, കുറേ ഗോപാലന്മാർ പശുക്കുട്ടികളെയും പശുക്കളെയും ഒക്കെ കൊണ്ട് കാട്ടിൽ നിന്ന് വരുന്നു. അതാണ് അദ്ദേഹം അവിടെ കാണുന്ന ആദ്യത്തെ കാഴ്ച. ഈ പശുക്കൾ മുറ തെറ്റി ഇങ്ങനെ വെകളി പിടിച്ച് ഓടുകയാണ്. അത് കണ്ടിട്ട് ഈ ഗോപാലന്മാർ പറയുകയാണ്, എടാ, നമ്മുടെ കൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പശുക്കളൊക്കെ ഇങ്ങനെ വെകളി പിടിച്ച് ഓടുമോ? ആ ഓടക്കുഴൽ വിളി കേട്ടാൽ മതിയല്ലോ. ഇനി അവൻ നമ്മുടെ അടുക്കലേക്ക് ഇനി എന്ന് വരുമോ? എന്തായാലും അവൻ നമ്മളെ കളഞ്ഞല്ലോ, ഇട്ടേച്ചു പോയി കളഞ്ഞല്ലോ. അവൻ വരും, നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചു നോക്കാം, വന്നാലോ? ഇങ്ങനെയൊക്കെ അവർ പരസ്പരം പറയുകയാണ്. ഇത് ഉദ്ധവർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗോപാലന്മാരെല്ലാവരും കൂടി ഉച്ചത്തിൽ വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നു. കാരണം എങ്ങാനും വന്നാലോ ആ ചിന്തയിലാണ് അവരങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ശരണം വിളിക്കുന്നത് പോലെ എല്ലാവരും കൂടി കൃഷ്ണ എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു. ഇത് ഉദ്ധവർ കാണുകയാണ്. ഈ ബാലകന്മാരുടെ കൃഷ്ണഭക്തി കണ്ട് അദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെടുകയാണ്.
ആ സമയം സന്ധ്യ ഇങ്ങനെ മയങ്ങി തുടങ്ങി. അദ്ദേഹം പിന്നീട് കാണുന്നത് ഗോപസ്ത്രീകൾ, ഗോപകുമാരികൾ കിലുങ്ങുന്ന വളകളണിഞ്ഞ കൈകളിൽ ദീപങ്ങളുമായി അവരവരുടെ ഗൃഹങ്ങളുടെ മുമ്പിൽ വന്ന് ആരാധിച്ചു തൊഴുത് കൃഷ്ണനാമം ജപിക്കുന്നു. ഇതും അദ്ദേഹം കാണുന്നു. ഇരുട്ടാൻ തുടങ്ങിയതോടുകൂടി ആ ഗോകുലം മുഴുവനും നെയ്വിളക്കുകളാൽ ശോഭിക്കുന്നു. ഗോകുലം മുഴുവനും നല്ല സുഗന്ധം അങ്ങനെ പരക്കുന്നു. കർണാനന്ദകരമായ കൃഷ്ണനാമ സങ്കീർത്തന ധ്വനികളും ഗോപസ്ത്രീകളുടെ ശുദ്ധ നിർമ്മലമായ വേഷവിധാനങ്ങളും അവരുടെ ഭക്തിപ്രകടനങ്ങളും ഗോപന്മാരുടെ സന്തോഷഭാവങ്ങളും തൊഴുത്തുകൾ നിറയെ നിൽക്കുന്ന ഗോക്കളുടെ ശബ്ദങ്ങളും ഇടയ്ക്കിടെ കൃഷ്ണൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളും എല്ലാം കൂടി ആ ഗോകുലം സ്വർഗത്തേക്കാൾ പാവനമായി ഉദ്ധവർക്ക് തോന്നുകയാണ്. അതെ, ഭഗവാൻ തിരുനടനം ചെയ്തു വിളയാടിയ ഈ പുണ്യഭൂമി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് എന്ന് ആ നിമിഷം ഉദ്ധവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഉദ്ധവൻ എന്ത് ചെയ്യുകയാണ്? ആ രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. നന്ദഗോപൻ ഉദ്ധവരെ കാണുന്നു. നന്ദഗോപർക്ക് വലിയ സന്തോഷമായി. നന്ദഗോപൻ ബഹുമാനപൂർവം ഉദ്ധവനെ ആദരിച്ച് എതിരേൽക്കുന്നു. എന്നിട്ട് മഞ്ചത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. നന്ദഗോപർക്ക് നേരത്തെ തന്നെ ഉദ്ധവരെ പരിചയമുണ്ട്. പാനീയങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ക്ഷീണം ശമിപ്പിക്കുന്നു. അതിനുശേഷം നന്ദഗോപര് ഉദ്ധവരോട് ചോദിക്കുകയാണ്, അല്ലയോ ഉദ്ധവരെ, ഞങ്ങളുടെ ആരോമൽ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? വല്ല ദുഃഖവും അവനെ അലട്ടുന്നുണ്ടോ? അവൻ്റെ ദേഹം നന്നായി കാണുമോ? പാവം കൊച്ചുകുട്ടിയല്ലേ. എന്നിട്ടും രാജ്യഭരണ കാര്യങ്ങളിൽ അവന് തലയിടേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. എന്നോടുകൂടി കഴിയേണ്ടുന്ന എൻ്റെ പൊന്നുമകൻ അവനിപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ അടുത്ത് ഇല്ലല്ലോ. ഈ വാർദ്ധക്യകാലത്ത് പുത്രദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വന്നല്ലോ. എന്തൊരു വിധിയാണ്. എന്നെയും അമ്മ യശോദയെയും കൂട്ടുകാരായ ഗോപാലബാലന്മാരെയും പാട്ടുപാടി നൃത്തം ചെയ്ത് അവനെ രസിപ്പിച്ചു കൊണ്ടിരുന്ന ഗോപികളെയും ഈ ഗോകുലത്തെയും ഗോവൃന്ദങ്ങളെയും വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോവർദ്ധനത്തെയുമെല്ലാം എൻ്റെ പൊന്നുമകൻ ഓമനക്കണ്ണൻ മറന്നു കളഞ്ഞോ? ഞങ്ങളെ കാണാനായി ഉണ്ണി ഇനി ഇങ്ങോട്ട് വരില്ലേ? പീലി തിരുമുടിയും കെട്ടി മഞ്ഞപ്പട്ടുടയാടയും ചാർത്തി ഓടക്കുഴൽ ഊതിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ കണ്ണനെ, എൻ്റെ കണ്ണനെ ഞങ്ങൾക്കിനി എന്നു കാണാൻ കഴിയും? എത്രയെത്ര ആപത്തുകൾ വന്നെടുത്തു എൻ്റെ ഉണ്ണി അതെല്ലാം തടുത്തു. ഗർഗമുനി പറഞ്ഞതുപോലെ രാമകൃഷ്ണന്മാർ ഈശ്വരന്മാരാണ്. കാളിയനെ മർദ്ദിച്ചതും ഗോവർദ്ധനത്തെ ഉയർത്തിയതും പൂതനയെ പോലുള്ള അസുരന്മാരെ വധിച്ചതും 10,000 ആനകളുടെ ശക്തിയുള്ള കംസനെ കൊന്നതുമെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഉണ്ണി ദൈവം തന്നെയാണ്. എൻ്റെ ഓമനിയാണ് രാമൻ. രാമനും അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളതുകൊണ്ട് അവന് ദുഃഖത്തിന് കാരണമൊന്നും ഉണ്ടാകില്ല. പക്ഷേ എൻ്റെ ഉണ്ണി
ഇങ്ങനെ പറഞ്ഞ് നന്ദഗോപര് കണ്ണുനീർ വാർക്കുകയാണ്. നന്ദൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് യശോദാറാണി വാതിലിനു പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ മനസ്സിൽ വിഷമം വർദ്ധിച്ചപ്പോൾ യശോദാറാണി നന്ദഗോപരുടെ അടുക്കലേക്ക്, ഉദ്ധവരുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് യശോദാറാണി ഉദ്ധവരോട് ചോദിക്കുകയാണ്, മഹാത്മൻ, എൻ്റെ കുഞ്ഞിന് ഇഷ്ടം പോലെ പാലും വെണ്ണയും കൊടുക്കുവാൻ അവിടെ ആരുണ്ട്? അവിടുത്തെ അവൻ്റെ അമ്മ വിചാരിച്ചാൽ എന്നെപ്പോലെ പാലും വെണ്ണയും കൊടുക്കുവാൻ അവർക്ക് കഴിയുമോ? പശുപാലനമല്ലല്ലോ അവരുടെ ജോലി. വെണ്ണയും പാലും എത്ര കഴിച്ചാലും തൃപ്തി വരില്ല അവന്. പിന്നെയും ഗോപികളുടെ വീട്ടിൽ കയറി കട്ടു തിന്നുകൊണ്ടിരിക്കും എൻ്റെ കുഞ്ഞ്. ഈശ്വര, പശുവിനെ കറക്കുമ്പോൾ കാലും പിണച്ചു പാൽപാത്രവുമായി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന കൺമണി, അവനെ ഞാനിനി എന്നു കാണും? പിള്ളാര് വന്ന് കണ്ണൻ മണ്ണു തിന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ അവൻ്റെ വായ പൊളിപ്പിച്ചു നോക്കിയപ്പോൾ എന്തെല്ലാമാണ് അവൻ ആ വായിൽ എനിക്ക് കാണിച്ചു തന്നത്, എന്നെ പേടിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യശോദ നന്ദഗോപരുടെ മുമ്പിലിരുന്ന്, ഉദ്ധവരുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. നന്ദഗോപർക്കും യശോദയ്ക്കും കൃഷ്ണനോടുള്ള വാത്സല്യം കണ്ടിട്ട് ഉദ്ധവരും അവരുടെ കൂടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. എന്നിട്ട് യശോദ വീണ്ടും പറയുകയാണ്, മഹാത്മൻ, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മഞ്ഞത്തുകിലും കാലിക്കോലുമൊക്കെ എടുത്തു നോക്കും. പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമകൻ എൻ്റെ അരികിൽ നിൽക്കുന്നതായി ആ നിമിഷം എനിക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മകനെ എന്ന് വിളിക്കുമ്പോൾ, കണ്ണ എന്ന് വിളിക്കുമ്പോൾ അവൻ പക്ഷേ ഓടി മറഞ്ഞു കളയുകയും ചെയ്യും. ഇങ്ങനെ യശോദ വീണ്ടും ഉദ്ധവരോട് പറയുന്നു. ഉദ്ധവര് യശോദയെയും നന്ദഗോപനെയും സമാധാനപ്പെടുത്തുന്നു. ഒട്ടും സങ്കടപ്പെടണ്ട, നിങ്ങളുടെ പൊന്നോമന കൃഷ്ണൻ താമസിയാതെ തന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സന്തോഷിപ്പിക്കും. അങ്ങനെ പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മയെ സമാധാനിപ്പിക്കണമെന്ന് എന്നോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം കൃഷ്ണൻ്റെയും രാമൻ്റെയും ഉപനയനവും അതുപോലെ തന്നെ ഗുരുകുലവാസവുമൊക്കെ കഴിഞ്ഞ കാര്യം കൂടി ഉദ്ധവൻ നന്ദഗോപനോടും യശോദയോടും പറയുന്നു. ആ കാര്യമെല്ലാം പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. എൻ്റെ കൺമണിയുടെ പൂണുനൂൽ കല്യാണവും വിദ്യാഭ്യാസവും ഇത്ര വേഗം കഴിഞ്ഞുവോ? ആ നീല കായാമ്പൂ നിറമൊത്ത ശരീരത്തിൽ വെള്ള പൂണുനൂൽ അണിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതൊന്നു കണ്ട് ആനന്ദിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു. വിദ്യാഭ്യാസം ഇത്ര വേഗം കഴിഞ്ഞുവോ? അവൻ എന്തെല്ലാം പഠിച്ചു? ആരായിരുന്നു അവൻ്റെ ഗുരുനാഥൻ? ഇങ്ങനെയൊക്കെ ദുഃഖം മറന്ന് സന്തോഷത്തോടു കൂടി യശോദ ചോദിക്കുകയാണ്. ഉദ്ധവര് അതിന് മറുപടിയും നൽകുന്നു. എല്ലാം അറിയുന്നവനല്ലേ കൃഷ്ണൻ? അങ്ങനെയുള്ള കൃഷ്ണന് പ്രത്യേകിച്ച് എന്തു പഠിക്കാൻ? എങ്കിലും എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാന്ദീപനി എന്ന മുനിയാണ് കൃഷ്ണൻ്റെ ഗുരു. അതുപോലെ തന്നെ രാമനെയും സാന്ദീപനി തന്നെയാണ് പഠിപ്പിച്ചത്. ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ പ്രേതലോകത്തു പോയി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു കൃഷ്ണൻ. ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും ഉദ്ധവര് യശോദയോടും നന്ദഗോപരോടും പറയുന്നു. അങ്ങനെ നന്ദഗോപൻ്റെ വീട്ടിൽ അന്നു രാത്രി ഉദ്ധവര് കഴിച്ചു കൂട്ടുന്നു.
പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഉദ്ധവര് സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് നന്ദഗോപൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോഴേക്കും നേരം വെളുത്തു. പിന്നീട് അദ്ദേഹം ഗോപസ്ത്രീകളെയാണ് കാണുന്നത്. ഗോപസ്ത്രീകളും ഉദ്ധവരും തമ്മിലുള്ള ആ സംഭാഷണം അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും ഉദ്ധവരും ഗോപസ്ത്രീകളും തമ്മിൽ എന്താണ് സംസാരിച്ചത്, ഗോപസ്ത്രീകൾ എന്തൊക്കെയാണ് ഉദ്ധവരോട് പറഞ്ഞത്, ഉദ്ധവർക്ക് എന്തു മാറ്റമാണ് ഉണ്ടായത്, ഗോപസ്ത്രീകളുടെ ഭക്തി എങ്ങനെയാണ്, അവരുടെ സ്നേഹം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നാളെ അറിയാം. എല്ലാവരും നാളത്തെ ദിവസത്തിനായിട്ട് കാത്തിരിക്കുക. നിങ്ങളെല്ലാവരും ഗോപികമാരായി മാറാനായി തയ്യാറെടുത്തു കൊള്ളുക. ഇന്ന് ഉദ്ധവര് കൃഷ്ണൻ്റെ അപേക്ഷ അനുസരിച്ചിട്ട് രഥത്തിൽ കയറി നന്ദഗോപൻ്റെ ഗൃഹത്തിൽ എത്തുന്നതും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഗോകുലം നിങ്ങളുടെ മനസ്സിലിങ്ങനെ വരണം. ഗോകുലത്തിൽ പശുക്കളെയും കൊണ്ട് കാട്ടിൽ നിന്നും ഗോപാലന്മാർ വരുന്നതും പശുക്കൾ കൂട്ടം തെറ്റി ഓടുന്നതും അപ്പോഴുണ്ടായ അവരുടെ സംഭാഷണങ്ങളും സന്ധ്യാസമയത്തുള്ള ഗോകുലത്തിൻ്റെ ആ മനോഹരമായ ചിത്രങ്ങളും ഗോപസ്ത്രീകളുടെ നാമങ്ങളും നാമസങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ നന്ദഗോപൻ്റെയും യശോദാറാണിയുടെയും ദുഃഖവും അവരുടെ സ്നേഹവും അവരെ ഉദ്ധവരെ ആശ്വസിപ്പിക്കുന്നതുമെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അവിടെ ഒരു കൊച്ചു പശുക്കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗോപികയായിട്ടോ ഗോപാലനായിട്ടോ ഒരു ചിത്രശലഭമായിട്ടോ എങ്കിലും നിങ്ങളവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. യശോദാറാണിയുടെ ആ ദുഃഖം, യശോദാറാണിയുടെ സ്നേഹമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഗോപസ്ത്രീകളുടെ വിരഹവും ഗോപാലന്മാരുടെ കൃഷ്ണ എന്നുള്ള വിളിയും പശുക്കളുടെ കൂട്ടം തെറ്റിയുള്ള ഓട്ടവുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആർക്കൊക്കെ അങ്ങനെ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നാളത്തെ കഥാഭാഗത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.